അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഞാൻ കുറേ നാൾ മുന്നേ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ അന്ന് എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ മടി കാരണം അന്ന് എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്നെ പോലെയുള്ള അമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം എങ്ങനെ നമ്മുടെ കുട്ടികളിലെ പാലുകുടി നിർത്താമെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ഇത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്, അല്ലാതെ എനിക്ക് ആരും പറഞ്ഞെന്ന കാര്യങ്ങളല്ല. ഞാനൊരു അമ്മയാണ്. എൻ്റെ മോനിപ്പോൾ 4 വയസ്സായി. ആൾക്കൊരു 2 വയസ്സും 10 മാസമുള്ള ടൈമിലാണ് ഞാൻ പാലുകുടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, ബുദ്ധിമുട്ട്, നെഗറ്റീവ്, പോസിറ്റീവ് അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് നിർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്നൊന്നും ഇത് നിർത്താൻ പറ്റില്ല കേട്ടോ. കുറച്ച് ടൈം എടുത്ത് വേണം ഇത് നിർത്തുന്നത്. കാരണം ഞാനൊക്കെ വിചാരിച്ചത് പെട്ടെന്ന് തന്നെ ചടപെടാൻ നമ്മുടെ കുട്ടികളുടെ പാലുകുടി നിർത്താന്നാണ്. പക്ഷെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണ് ഈ ഒരു സംഭവം. ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ ഞാൻ അധികം വാചകം അടിക്കുന്നില്ല കേട്ടോ. നമുക്ക് നമ്മുടെ കാര്യങ്ങളിലൊക്കെ എടുക്കാം. അതായത് ഞാൻ കണ്ണന് പാലുകുടി നിർത്തിയത് 2 വയസ്സും 10 മാസമുള്ള ടൈമിലാണ് കണ്ണന് പാലുകുടി നിർത്തിയത്. അപ്പോൾ പാലുകുടി നിർത്താനുള്ള മെയിൻ കാരണം, ആളാണെങ്കിൽ നല്ല രീതിയിൽ പാല് കുടിക്കണം. രാത്രിയൊക്കെ അപ്പപ്പം എണീച്ച് പാല് കുടിക്കും. പിന്നെ ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല. ഏത് സമയത്ത് പാല് കുടിക്കാന്നുള്ള മാത്രമായിട്ടുള്ള ചിന്ത വന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഒട്ടും പറ്റാത്തൊരവസ്ഥയായിട്ട്. എനിക്ക് കാൽസ്യം കുറഞ്ഞു. അതിനിടയിൽ എനിക്ക് ഭക്ഷണം പോലും മര്യാദക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഇവൻ്റെ പാലുകുടി അപ്പപ്പോൾ പാല് കുടിക്കുക. എത്ര ടൈമിൽ ഇവന് കുടിക്കാൻ പറ്റുന്ന അത്ര ടൈമിൽ ഇവൻ കുടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നെ അതേപോലെ തന്നെ 2 വയസ്സും 10 മാസമായില്ലേ. ഇനിയിപ്പോൾ 2 മാസം കൂടി കഴിഞ്ഞാൽ കണ്ണന് 3 വയസ്സാവും. അപ്പം അതിനുള്ളിൽ പാല് കൂടി നിർത്തണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അംഗൻവാടിയിലൊക്കെ പോകണം. പിന്നെ നമുക്ക് അതേപോലെ പാലൊക്കെ കൊടുക്കാൻ പറ്റും. അംഗൻവാടി ടീച്ചറുകൾ പാല് കൊടുക്കും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും അത് പെട്ടെന്ന് തന്നെ നിർത്തണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചു കേട്ടോ. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞത് പ്ലാസ്റ്റർ ഒട്ടിച്ചാൽ മതിയെന്ന്. കാരണം പിള്ളേർക്ക് ഇങ്ങനെ പ്ലാസ്റ്റർ ഒട്ടിക്കുമ്പോൾ അവരെന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് അവർക്ക് മനസ്സിലാവൂലേ. അപ്പം ആദ്യം ഞാൻ ജസ്റ്റ് എൻ്റെ വിരലിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു. എൻ്റെ ഓന് കാണിച്ചു. അപ്പോൾ ഓന് മനസ്സിലായി അമ്മക്ക് ഉമ്പുണ്ട്. അതായത് ഉമ്പ് എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാലും എവിടെയെങ്കിലും പറ്റിയാലും ഉമ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓൻ അങ്ങനെ വിചാരിച്ചു, ഉമ്പുണ്ടെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ നിപ്പിളിൻ്റെ ഭാഗം പ്ലാസ്റ്റർ ഒട്ടിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായി. ആൾ പറഞ്ഞു ഉമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാവിലെ പാല് കുടിച്ചില്ല, ഉച്ചക്ക് പാല് കുടിച്ചില്ല, വൈകുന്നേരം പാല് കുടിച്ചില്ല. രാത്രിയാകുമ്പോൾ ഒന്ന് നല്ല രീതിയിൽ പനി വന്നു കേട്ടോ. അത് പെട്ടെന്നാണ് വന്നത്, ചടപടാന്നാട്ടോ വന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വേറെ ഒന്നും കഴിക്കുന്നുണ്ടായില്ല. മരുന്ന് കൊടുക്കണമല്ലോ, പാരസെറ്റമോൾ കൊടുക്കണം. അപ്പം അതിന് മുന്നേ എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഓൻ്റെ മുന്നേ തന്നെ ആ പ്ലാസ്റ്റർ ഊരി, അതായത് നമ്മൾ നിപ്പിളിൽ ഒട്ടിച്ചിട്ടുണ്ടായ പ്ലാസ്റ്റർ ഊരി. അത് ഓൻ്റെ മുന്നേ തന്നെയാണ് ഊരിയത്. അങ്ങനെ ആൾക്ക് ഞാൻ പാല് കൊടുത്തു. പിറ്റേ ദിവസം പനിയൊക്കെ കുറഞ്ഞ് ആള് ലേശം ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വീണ്ടും നിപ്പിളിൻ്റെ ഭാഗത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചു. അപ്പോൾ ഓന് മനസ്സിലായില്ലേ ഇതെൻ്റെ അഭിനയാണെന്ന് മനസ്സിലായില്ലേ. അങ്ങനെ ഓൻ എന്നെ ഞാനിത് കാണിക്കുമ്പോൾ ഓൻ എന്നെ ദൂരി മാറ്റി കേട്ടോ. പിന്നെ ഓൻ നല്ല രീതിയിൽ കുടിക്കാൻ തുടങ്ങി. കാരണം അമ്മയുടെ അടവൊന്നും എൻ്റെ അടുത്ത് പറ്റില്ല എന്നുള്ളൊരു ഭാവമായിരുന്നു ഓനുണ്ടായിരുന്നത്. ഞാൻ ചെയ്തത് നമ്മുടെ അമ്മയൊക്കെ പറഞ്ഞൊരു ഐഡിയ ആയിരുന്നു. മറ്റേ ആര്യവേപ്പിൻ്റെ ഇല ചതച്ചിട്ട് നമ്മുടെ നിപ്പിളിൻ്റെ ഭാഗത്ത് തേച്ചാൽ മതിയെന്ന്. അങ്ങനെ ചെയ്തു. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. അത് വായിൽ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ കയ്പ്പ് അപ്പം തന്നെ മാറും. അത് ജസ്റ്റ് സെക്കൻഡ് ടൈമിലേ ഉണ്ടാവും ആ ഒരു കയ്പ്പ്. അത് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതേപോലെ കയ്പ്പൊക്കെ ഇത് ചെയ്തു, കയ്പ്പൊക്കെ നീര് വെച്ചു. എന്നിട്ടും ഒന്ന് വലിയ ഭാവമൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ പാല് കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യും മല്ലയ്യാന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് പണ്ടുള്ള ആൾക്കാർ, നമ്മുടെ നാട്ടിൽ പണ്ടുള്ള ആൾക്കാർ ചെന്നി നായകം അല്ലേ, ചെന്നിക്കായോ ചെന്നി നായകമോ അങ്ങനെ ഒരു സംഭവമുണ്ട്. നമുക്ക് ആയുർവേദ മെഡിക്കലൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു സാധനം മേടിച്ചിട്ട് അത് ഞാൻ തേച്ചു കേട്ടോ. ആ നിപ്പിളിൻ്റെ ഭാഗം തേച്ചു. അപ്പോൾ ഓനത് കാണുമ്പോൾ ചെറിയൊരു വെറുപ്പുണ്ടായി. പക്ഷെ ഓനത് തുടച്ചിട്ട് ഓൻ വീണ്ടും കുടിക്കാൻ തുടങ്ങി കേട്ടോ. ഓൻ്റെ അടുത്ത് ഒരു അടവും നടക്കില്ല എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്യല്, ഈശ്വര ഓനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയാണെങ്കിൽ കൂടുതൽ കുടിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഉറപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണൻ്റെ അതേ വയസ്സിലുള്ള നമ്മുടെ നെയ്ബേഴ്സ് ഉണ്ട്.
അതായത് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കൺമണിയുടെ അമ്മ ധന്യരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ഓള് ചെയ്യുന്ന ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു കേട്ടോ. ഓള് കാന്താരി ഉണ്ടല്ലോ, നമ്മുടെ കാന്താരി, പറങ്കി കാന്താരി എന്നൊക്കെ പറയില്ലേ, ആ സംഭവം നിപ്പിളിന്റെ ഭാഗത്ത് തേക്കലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് തേക്കാം, ഇതും കൂടി ഒന്ന് സക്സസ് ആയാലോ എന്ന് വെച്ച് അത് ഞാൻ തേച്ചപ്പോ നല്ല നീറ്റിലുണ്ടായി കേട്ടോ. എൻ്റെ ഈശ്വര, നല്ല നീറ്റിലുണ്ടായി. പക്ഷെ എന്തായാലും സാറില്ല, കുഞ്ഞിന്റെ പാല് കൂടി നിർത്തണം എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നീറ്റൽ സഹിച്ചു. ഓൻ പാല് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു. അപ്പോൾ ഓന് എരിവ് സംഭവിച്ചു. അതായത് ഈ കാന്താരി എരിഞ്ഞൊരു സാധനമാണല്ലോ. അപ്പോൾ വായിൽ വെക്കുമ്പോൾ തന്നെ ഓന് അത് എരിഞ്ഞു, നല്ല രീതിയിൽ എരിഞ്ഞു. അപ്പൊ തന്നെ ഓന് മനസ്സിലായി അമ്മ എന്തോ എരിയുന്ന സാധനം വെച്ചിട്ടുണ്ട്, ഇനി ഇത് കുടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ഓന് മനസ്സിലായതുകൊണ്ട് അറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്കും പാല് വേണമെന്ന് പറയുമ്പോൾ കുടിച്ചോ എന്ന് പറയുമ്പോൾ ഓന് ഭയങ്കര പേടിയാവാൻ തുടങ്ങി. കാരണം ഓന് തോന്നി ഇതിൽ എരിവ് ഉണ്ടാവുമെന്ന്. അതിങ്ങനെ പാല് വേണമെന്ന് ഓന് തോന്നുമ്പോൾ ഞാൻ കാന്താരി എടുത്ത് ജസ്റ്റ് ഒന്ന് പുരട്ടെ, അധികം പുരട്ടില്ല കേട്ടോ, കാരണം നല്ല നീറ്റലാണ്. കുറച്ചൊന്ന് പുരട്ടുമ്പോൾ തന്നെ നല്ല നീറ്റലാണ്. ഈ ഒരു സംഭവം നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രശ്നമില്ല, പക്ഷെ രാത്രി ഉറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാരണം ഇവര് പാല് കുടിച്ച് ഉറങ്ങുന്ന ശീലമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു കാന്താരിയുടെ കാര്യം ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ രാത്രി പാല് കുടിച്ചാലേ ഉറങ്ങുന്നുള്ള നിർബന്ധമാണ് കണ്ണന്. എന്നാലും ഞാൻ പാല് കുടിക്കില്ല എന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആളെ ഞാൻ ജസ്റ്റ് നമ്മുടെ സാരിയിൽ ഊഞ്ഞാല പോലെ കെട്ടിയിട്ടാണ് ആളെ ആ ഒരു ദിവസം ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് എണീക്കും, പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. കരഞ്ഞാള് സാറില കൊടുത്തില്ലായിരുന്നു. കാന്താരി പ്രയോഗമാണ് എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കാന്താരി ആണെങ്കിൽ നല്ല രീതിയിൽ തീരും. ഇതെല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. എനിക്ക് കാന്താരിയുടെ നീറ്റിൽ സഹിക്കാൻ പറ്റിയിട്ടുണ്ടായി, പക്ഷെ എല്ലാവർക്കും സഹിക്കണം എന്നില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഏത് കാര്യമാണ് സക്സസ് ആവുന്നതെന്നൊന്ന് പറയണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന എത്ര അമ്മമാർ എന്തൊക്കെ ചെയ്തിട്ടാണ് പാല് കുടി നിർത്തിയെന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓരോ അമ്മമാർക്കും മനസ്സിലാവില്ല ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ വേഗം തന്നെ പാല് കുടി നിർത്താൻ പറ്റുമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എനിക്കുണ്ടായ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.